അനന്യയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയ്ക്കാണെങ്കിൽ അനിക്ക് അടി കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ നമ്മൾ അഭിയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ആ CI ഒന്ന് പരിചയപ്പെട്ട് വെച്ചേരെ. നമ്മൾ ആ നന്ദ് ജോലി ചെയ്യുന്ന ആ സ്റ്റേഷനിലാണ് ഈ CI ഉള്ളതെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും നീ ഒന്ന് പോയി പരിചയപ്പെട്ട് വെച്ചേരെ, ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അജയനെയും വേണുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വേണുവിനാണെങ്കിൽ നമ്മൾ അനിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അജയനെ കാണുന്നുണ്ട്. അങ്ങനെ അജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുകളിലും പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ മോൻ്റെ മുഖത്ത് പാട് വീണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ആ CIയുടെ കാര്യമാണ് പറയുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അജയനിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് നമ്മളെ ജലജ കേട്ടോ. ജലജയാണെങ്കിൽ അവിടെ എല്ലാവരെയും മനസ്സിലിങ്ങനെ വീണ്ടും എരിയേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജാനകിക്കാണെങ്കിൽ അനി അടിച്ചതിൽ വിഷമമൊന്നുമില്ല, കാര്യം അവനിക്ക് 2 കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മനോഭാവമാണ് നമ്മളെ ജാനകിക്കുള്ളത്. അപ്പോഴത്തേക്ക് ജാനകിയാണെങ്കിൽ പുറത്ത് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അനിയെടുത്ത് അങ്ങോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അനിയും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അവനാണെങ്കിൽ പോയി ആ നന്ദുവിനെ വിളിച്ചോണ്ട് വന്നാലും നീ പിന്നൊന്നും മിണ്ടാതെയൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ എരിയേറ്റി കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക കേട്ടോ. കാര്യം അനിയുടെ സൈഡിൽ ആരും നിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനിയാണെങ്കിൽ നേരെയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനെയും കനകയെടുത്തും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വന്നത്. എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് നന്ദുവിനെ കല്യാണം കഴിപ്പിച്ച് തരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ ഗോവിന്ദനും കനകയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.